السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ തഫ്സീർ ക്ലാസ് എത്തിക്കറ് ഞങ്ങൾ എടുത്തുള്ളൂ. അതിൽ സൂറത്തുൽ ഫജ്റോ 14 ಆಯತ್ ತೋಲು ಲಾಸ್ಟ್ ಕ್ಲಾಸಲ್ಲಿ ഞങ്ങൾ മനസ്സിലാക്കിയതായിട്ടിക്കറ്. ഇന്ന് ಅದರ ബാക്കി ഭാഗം എത്തിക്കറ് ഞങ്ങൾ വിശദീകരിക്കുക ഉദ്ദേശിക്കറേ. أعوذ بالله من الشيطان الرجيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫജ്ർ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതുപോലെ കൊറിയ അള്ളാഹു സൃഷ്ടി വിഷയത്തിൽ സത്യ പിടിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞുപോയ സമുദായത്തിന് ഉണ്ടായ ദുരവസ്ഥയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് ഓർമ്മക്കുക. ആദ് സമുദായത്തും അതേപോലെ ഫിർഔൻറെ അങ്ങനെ കുറേ ആൾമാരെ സമൂത് ഗോത്രത്തെ ഇങ്ങനെ കുറേ ആൾമാരെ അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിച്ചതെല്ലാം നിങ്ങൾ കണ്ടോ ഇല്ലേ? അള്ളാഹു ഒരു ശിക്ഷ വന്നത് എന്ത് കാരണത്തിലേറ്റിക്കറ് അത് ചൊന്ന് നിങ്ങൾ അറിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ നോക്കിയോ ഉള്ളാണ്ടല്ല ചൊന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്വഭാവത്തെ ഇട്ടിക്കറ്. പിന്നെ അല്ലാഹു എടുത്തു ചൊല്ലറി ജനറലി ആയിട്ട് എല്ലാ മനുഷ്യന്മാർക്ക് ഇക്കരെ ഒരു സ്വഭാവം എത്തിക്കറ്. എന്തത്? ഫഅമ്മൽ ഇൻസാനു ഫഅമ്മ അപ്പ അൽ ഇൻസാനു മനുഷ്യ, ഇൻസാൻ ചെന്നെങ്കിൽ മനുഷ്യ. അപ്പോൾ ഒരു മനുഷ്യർ അവസ്ഥ ഇദാ മബ്തലാഹു അവൻ്റെ ടെസ്റ്റ് ആക്കിയെങ്കിൽ, അവൻ്റെ ഒരു വിഷയത്തിൽ പരീക്ഷനാക്കിയെങ്കിൽ ആറ് റബ്ബുഹു അവൻ്റെ റബ്ബ്, അതായത് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ടെസ്റ്റ് ആക്കിയെങ്കിൽ, എങ്ങനെ ടെസ്റ്റ് ആക്കിയെങ്കിൽ ഫഅക്രമഹു അപ്പോൾ അല്ലാഹു അവൻ്റെ എന്താക്കറ ആദരിക്കറ, വനഅമഹു അവനക്ക് നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കറ, അവൻ്റെ ആദരിക്കറ അവനക്ക് നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കറ. അപ്പം ഇങ്ങനെ നല്ല ആദരിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലെ സുഖ സൗകര്യമെല്ലാം കൊടുത്തിട്ടു സമ്പത്തെല്ലാം കൊടുത്തിട്ടു ഒരുത്തരെ പരീക്ഷിച്ചിട്ടായെങ്കിൽ ടെസ്റ്റ് ആക്കിട്ടായെങ്കിൽ ഫയഖൂലു അപ്പ മനുഷ്യ ചൊല്ലുക എന്താ ചൊല്ലുക? റബ്ബി അക്രമൻ, നന്റെ റബ്ബ് നന്റെ ആദരിച്ചിറ് നന്റെ ബഹുമാനിച്ചിറ്. അതായത് നന്റെ റബ്ബുക്ക് നല്ലൊട്ടിക്ക് പിരിസുണ്ടോണ്ടൈത്തിക്കറ് അവൻ ചൊല്ലറി. അപ്പം അത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യരെ അവസ്ഥ ഇട്ടിക്കര് ഇത് ചൊല്ലറി അല്ലേ? സാധാരണ ഞങ്ങളെ മനസ്സുകളിൽ ചിലപ്പോൾ ബണ്ടതായ ഒരു ചിന്തന എത്തിക്കറ്. ദുനിയാവൊരു എന്തെങ്കിലും ഒരു സുഖ സൗകര്യം കിട്ടുമ്പോൾ, സമ്പത്തെല്ലാം യാറാവുമ്പത്തേക്കും, ബിസിനസ്സെല്ലാം നല്ല പച്ച പിടിക്കുമ്പോൾ, അതേപോലെ റിസ്ക്കെല്ലാം യാറാവുമ്പത്തേക്കും ഞങ്ങളെ മനസ്സിൽ ഒരു തോന്നൽ വേണ്ട എന്തിരി അള്ളാഹുക്ക് നല്ലൊട്ടി യന്ത്രമാ ഒരു പ്രത്യേക പിർസ ഉണ്ടായിര്, അള്ളാഹു യന്ത്രമാ ഒരു നന്റെ എന്തിരെ അള്ളാഹു നന്റെ ആദരിച്ച ഉണ്ടു. അപ്പം അള്ളാഹുക്ക് നല്ലൊട്ടിಗೆ പിർസുണ്ടു ഉണ്ടു ഒരു മാനദണ്ഡാക്കിയിട്ട് ആൽമാർ അതിരെ എടുക്കാറ്. അതേപോലെ നേരെ ഉൾട്ടമുണ്ട്. എങ്ങനെ? പിന്നെ അള്ളാഹു ചൊല്ലുക അമ്മ അതേപോലെ അപ്പ ഇദാ മബ്തലാഹു അള്ളാഹു സുബ്ഹാനഹു തആല ഒരുത്തരെ പരീക്ഷിച്ച ഒരുത്തരെ ടെസ്റ്റ് ആക്കറ. എങ്ങനെ ടെസ്റ്റ് ആക്കറ? ഫഖദറ അലൈഹി അവൻ്റെ മേല് ഖദറാക്കി വയ്ക്കറ, അള്ളാഹു നിശ്ചയിച്ച് വയ്ക്കറ. റിസ്ഖഹു അവൻ്റെ റിസ്ക്, അതായത് അള്ളാഹു അവൻ്റെ റിസ്കിനെ കുടുസാക്കി വെക്കറ, പിടിച്ചു വയ്ക്കറ. ദുനിയാവൊരു സുഖ സൗകര്യമൊന്നും കൊടുക്കാണ്ട്, അതേപോലെ ദുനിയാവൊരു ആഡംബര ജീവനൊന്നും കൊടുക്കാണ്ട് റിസ്കിന്റെ വിഷയത്തിൽ കുടുസാക്കിയിട്ട്
അങ്ങനെ ഒരു കഷ്ടപ്പാടിട്ട് കൊടുക്കുമ്പോത്തുകു ഫയഖൂലു അപ്പ മനുഷ്യ ചൊല്ற എന്തൊരു ചൊല്ற റബ്ബി അഹാനൻ നന്റെ റബ്ബ് നന്റെ കൈബുട്രു നന്റെ റബ്ബ് നന്റെ നിന്ദിച്ചിറ് നന്റെ റബ്ബ് ಎಂದ್ರಮಾ ನನ್ನೊಟ್ಟಿಗೆ ಇಷ್ಟಿಲ್ಲ ಅಂಟೈರಿ ಚೊಂತೈತಿಕ್ರು ഇങ്ങനത്തെ ഒരു പൽക്കൈത്തിക്കർ മനുഷ്യന്മാരിൽ ബണ്ടേ ചൊന്ത അള്ളാഹു സുബ്ഹാനഹു വതആല ചൊല്റി അല്ലെ സാധാരണ ദുനിയാവുലുള്ള ആൾമാരുടെ ಅಂಕ್ ಸಂಪತ್ತೆಂದು ಇಲ್ಲಾಂಟೆ ದುನಿಯಾವುಲು ಭಯಂಕರ ಕಷ್ಟ ಬರಂಬತ್ತಿಗೂ ചില ആൾമാർ വിചാരിക്കാറ് അതുകൊണ്ടിട്ട് യന്ത്രമ അള്ളാഹുക്ക് ഇഷ്ടില്ല കാണിട്ട് അങ്ങനെ ഇത്തിക്കറ് കൊടുക്കാണ്ടിക്കറ് അപ്പൊ സമ്പത്തുല്ലങ്ങളെ കാണുമ്പോഴത്തേക്ക് അള്ളാഹു യന്ത്രമ അവണ്ടിട്ട് ഇഷ്ടമുണ്ട് കാണിട്ട് അങ്ങനെ ഇത്തിക്കറ് അവനുക്ക് കൊടുത്തേ പിന്നത്തേക്ക് കൊടുക്കാണ്ടിದ್ರೆ എന്തിക്ക് അള്ളാഹുക്ക് ഇഷ്ടില്ല കാണിട്ടുണ്ട് ഈ ഒരു ബിയാറ ഇത് നല്ലല്ല ചൊന്ത ഇത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജണ്ടായത്തിൽ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട് ഇതൊരുക്കം സമല്ല ഒരാൾക്ക് സ്വത്ത് കിട്ടാണ്ടിക്കരുത് അള്ളാഹുരെ പിർസ ഉണ്ട് പിർസ ഇല്ല ചൊല്ലത് ഉള്ള മാനദണ്ഡല്ല അല്ലേ അങ്ങനത്തെ മാനദണ്ഡ ഇന്ദിരെങ്കിൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിട്ട് നമുക്ക് എന്തിനു ചൊല്ലണാവണിന്ത് അള്ളാഹു നബിരൊട്ടിക്ക് പിർസ ഇല്ലാണ്ട് ചൊല്ലണാവണിന്ത് കാരണം എന്തേ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ട ಬಂದ പോലെ ഒരാളും കഷ്ട ಬಂತಿಲ್ಲ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുലു ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസിലുള്ള കാണ്ട് ಎಂದ್ರೆ ചിലപ്പോൾ ഒരു തിങ്കൾ തോലു ഔത്തുലു ഫുഡ് ഇല്ലാണ്ട് ഔത്തുര അടുപ്പിൽ പൊಗೆ ಬರಾತೆ 4 കലിഞ്ഞു പോയി ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ഒരു തിങ്കൾ സുബ്ഹാനല്ലാഹ് ഒരു നാല് ജന്നാല് മൂന്നാലല്ല ഒരു തിങ്കൾ തോലു ചില സന്ദർഭത്തിൽ ഔത്തുര അടുപ്പിൽ തീ കത്താണ്ടെ പോയി ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്றது കാണ്ട് അപ്പൊ ഇതെല്ലാം എന്തിര് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി തെച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ട ಬಂದതും സഹാബിമാരുള്ള കഷ്ട ಬಂದതെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണ്ടേതായിട്ടിക്ക് അപ്പൊ ഇതെല്ലാം എന്തിര് അള്ളാഹുക്ക് പിർസില്ല ಅಂತ ಅದರ ಅರ್ಥ ಅಲ್ಲ അള്ളാഹുക്ക് അങ്ങനെ അല്ല അത് ഒരാൾക്ക് കൊടുക്കാത്ത സബൽ അള്ളാഹുക്ക് പിർസില്ല അവനൊട്ടിಗೆ പിർസില്ല അല്ലെങ്കിൽ ഒരാൾക്ക് സുഖ സൗകര്യം കിട്ടിത്ത് ദുനിയാവിൽ നല്ല ആഡംബര ജീവന കിട്ടിത്ത് ഒരു പ്രോബ്ലമും അവൻ്റെ ജീവിതത്തിലില്ല അപ്പം ಅದರ ಅರ್ಥ ಅಂದರೆ ಅಲ್ಲಾಹು ಅವನೊಟ್ಟಿಗೆ ಪಿರ್ಸುಂಡುಂಟ അതുമല്ല അങ്ങനും ഇക്കൊത്തീറ അല്ലേ ഈ രണ്ട് സന്ദർഭത്തിലും ഒരു മുഅ്മിൻ ആക്കുനായ ಕಾರ್ಯ ಅಂದ್ರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವತಆಲ ಸುಖ ಸೌಕರ್ಯ ತರಂಬತ್ತಿಗೂ ಅವನು ಶುಕ್ರ ಹಾಕುನಾಯ ಅವನು ಇತಿಕ್ರ ಅವನು ಶುಕ್ರ ಹಾಕೋಣ ಅವನ ಇಬಾದತ್ ಅವನು ಪರ್ಫೆಕ್ಟ್ ആക്കിയിട്ട് അതേ രൂപത്തിൽ നിലനിപ്പാട്ടുക അവനക്ക് സാധ്യ ആവണം അതേപോലെ കഷ്ട വരുമ്പോഴത്തേക്കും സൊബറാക്കണം ചൊന്തൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് അവൻ സൊബറാക്കറവണ ഇത്തിക്കറ സൊബറാക്കിട്ടും അവൻ്റെ ഇബാദത്ത് കറക്റ്റ് കൊമ്പോണ്ട് തെറ്റിക്കറ് ഈ രണ്ട് സന്ദർഭത്തെ പരീക്ഷണത്തിലും വിജയിക്കറങ്ങളെ എന്തിരെ ആ ഒരു സൈന് അതേ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അജബൽ ലി അംറിൽ മുഅ്മിൻ ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുത ഇട്ടിക്കറ് ആശ്ചര്യ ഇട്ടിക്കറ് എന്തേ കാരണം ಅವನಿಗೆ ಎಂದೇ ಒಂದು ಸುಖ ಸೌಕರ್ಯ ಗಿಟ್ಟ ಫಶಕ್ಕರ ಅಪ್ಪ ಒಂದಾಕ ಶುಕ್ರಾಕರ ವೈದ ಅಸಾಬತ್ತುಹು ದೊರ್ರ ಎಂದೇ ഒരു കഠിനമായ അവസ്ഥ എന്തേ ഒരു പ്രോബ്ലം ಬಂತಂಟಾಯ ഫസോബറ അപ്പോ എന്താക്കറ സൊബറാക്കറ അപ്പൊ ഇത് രണ്ട് അവസ്ഥ ഒരു മുഅ്മിനുക്ക് ഇങ്ങനെ ഇന്നെങ്കിൽ ഇട്ടിക്കറ അവനക്ക് ഖൈറാവുടെ അതല്ലാണ്ടെ എന്തേ ഒരു സുഖ സൗകര്യം കിട്ടുമ്പോത്തുക അള്ളാഹുക്ക് ഒരു പിസ്സ പ്രത്യേകമായിട്ട് ഒരു ഇബാദത്ത് ഇങ്ങനെല്ലാം ആക്കിയിട്ട് എന്തേ അള്ളാഹു എന്ത് ദുനിയാവിൽ എന്തേ ഒരു കഷ്ട പറയുമ്പോഴത്തേക്കും അള്ളാഹു എൻ്റെ കൈ വിട്ടാൻ ചൊന്തുള്ള നിര്യാണ അതൊരു വിശ്വാസത്തിൻ്റെ നിര്യാണല്ല അത് നല്ല ഒരു കാര്യമല്ല ചൊന്തൈത്തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് പഠിപ്പാട്ടു പിന്നെ അള്ളാഹു ചൊല്ലേ കല്ല അത് മാത്രല്ല കല്ല അത് മാത്രല്ല ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് സ്വഭാവം ചൊന്നതിൽ പിന്നെ അള്ളാഹു ചൊല്ലേ കല്ല അത് മാത്രല്ല ബൽ ലാ തുക്രിമൂനൽ യതീം ബൽ ಅವನು ലാ തുക്രിമൂന ಅವನು ನೀನು ಆದರಿക്കിಲ್ಲ അല്ലേ ആരെ ആദരിക്കില്ല അൽ യതീംറങ്ങളെ അങ്ങ് ആദരിക്കറുമില്ല കല്ല ബൽ ലാ തുക്രിമൂനൽ യതീം ഈ രണ്ട് സ്വഭാവ ഉള്ളൊಟ್ಟಿಗೆ അതായത് സൗകര്യം കിട്ടുമ്പോഴത്തേക്ക് അള്ളാഹു നന്നൊട്ടിಗೆ പിർസുണ്ടുകൊണ്ട് വിചാരിച്ചിട്ട് അതേപോലെ ദാരിദ്ര്യ പറയുമ്പോഴത്തേക്ക് അള്ളാഹു നന്നൊട്ടിಗೆ അർസയിര് ചൊന്തു വിചാരിച്ചിട്ട് അത് രണ്ട് സ്വഭാവം ഉള്ളൊಟ್ಟಿಗೆ പിന്നൊന്നെന്തിര് യതീം മക്കളെ ആദരിക്കല്ല നോക്കറ അള്ളാഹുടെ ആ ഒരു പദപ്രയോഗമേ ನಂಗೆ ಆಲೋಚನೆ ಹಾಕೋಣ ಇವ್ರ ಯತೀಮ್ ಮಕ್ಕಳೇ ಖಾಲಿ ಎಂದರೆ ಕಾಸು ಕೊಡ್ತು ಬಿಡ್ರಂಗುಲ್ಲಾರ
ഇത്ര കാശ് കൊടുത്ത് ഒരു ഹെൽപ്പ് ആക്കുക. അത് മാത്രം അങ്ങനെ ആദരിക്കുന്ന വിഷയത്തിലും ഞങ്ങൾ ജാഗ്രത ആക്കണം. ഇതേ ടിക്കർ യത്തീം മക്കളെ ആദരിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അതേ ടിക്കർ അല്ലാഹു ചൊല്ലറേ യത്തീം മക്കളെ ആദരിക്കാണ്ടായി പോയാറങ്ങ. അതേപോലെ പിന്നെ അല്ലാഹു ചൊല്ല വല തഹാദൂന അങ്ങ് പരസ്പര പ്രോത്സാഹ കാട്ടിയോ ഇല്ല, എൻകറേജ് ആക്കിയോ ഇല്ല. എന്തിർത്ത വിഷയത്തിൽ അല ത്വആമിൽ മിസ്കീൻ മിസ്കീനുമാരുടെ ഫുഡ് വിഷയത്തിൽ അങ്ങ് പരസ്പര പ്രോത്സാഹന എൻകറേജ് ആക്കിയോ ഇല്ല. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഈ മിസ്കീനുമാർക്ക് ഫുഡെല്ലാം ഞങ്ങൾ എത്തുപാട്ടറ, ഫുഡ് കൊടുക്കറ. മാത്രം അതർ വിഷയത്തിൽ എത്രത്തോളം ഞങ്ങൾ പ്രോത്സാഹ കാട്ടുற, അതായത് ആൾമാരെ എൻകറേജ് ആക്കുപാട്ടിയ ഉള്ള ചൊല്ലത് ഞങ്ങൾ ആൽച്ചനാക്കുനായി ഒരു കാര്യം ഇട്ടിക്കർ. അപ്പം അതും ഒരു ബെടുക്ക് സ്വഭാവം ഇട്ടിക്കർ, ഇങ്ങനെ എൻകറേജ് ആക്കുപാട്ടാണ്ടെ ഇക്കരുത്. അത് മാത്രമല്ല പിന്നും അല്ലാഹു ചൊല്ല വതഅകുലൂന അങ്ങ് തിന്നുറാറ് അത്തുറാസ വിറാസത്ത് അനന്തര സ്വത്തു. അല്ലേ, അബ്ബ മറിച്ചെങ്ക് അതേപോലെ അങ്ങനെ മറിച്ചയിൽ പിന്നെ കിട്ടറ് സ്വത്തുകൈ തിക്കറ് അറബിയിൽ വിറാസത്ത് ചൊല്ലു. അപ്പൊ ഈ അനന്തര സ്വത്തെല്ലാം എന്താക്കാറ് തിന്നുറാറ്. എങ്ങനെ തിന്നുറാറ് അത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് വർണ്ണിക്കർ നോക്കൂ. എങ്ങനെ തിന്നുറാറ് അക്കലല്ലമ്മ കൂട്ടി കൂട്ടിയിട്ട് ബാരി കൂട്ടിയിട്ട് അങ്ങ് തിന്നിടാറുണ്ട്. ലമ്മ ചൊന്നെങ്കിൽ ബാരി കൂട്ടിയിട്ട് എവിടെ കിട്ടുന്നുണ്ട് നോക്കില്ല, ഹലാലാണ്ട് നോക്കില്ല, ഹറാമാണ്ട് നോക്കില്ല, നക്കിത് ഈ സ്വത്ത് നക്ക് അർഹപ്പെട്ടതാണ്ട് നോക്കില്ല, കിട്ടിയതല്ല ബാരി കൂട്ടിയിട്ട് അങ്ങനെ തിന്നിട ഒരു അവസ്ഥ ഇട്ടിക്കറങ്ങളത്. അപ്പൊ ഇത് ഒർക്കും മിക്കു തീരാത്ത സ്വഭാവം ഇട്ടിക്കർ. അതേപോലെ അള്ളാഹു ചൊല്ലുന്നത് ഇതെല്ലാം ആവുക്കുള്ള കാരണം എന്തേ വതുഹിബ്ബൂന അങ്ങ് ഇഷ്ടപ്പെടുറാറ്. എന്തിർത്ത് ഇഷ്ടപ്പെടുറാറ് അൽ മാല മാൾറെ സമ്പത്തിരെ കാസിരെ അങ്ങ് ഇഷ്ടപ്പെടുറാറ്. എങ്ങനെ ഇഷ്ടപ്പെടുറാറ് ഹുബ്ബൻ ജമ്മ ഭയങ്കരമായിട്ടുള്ള ഇഷ്ട, അമിതമായിട്ടുള്ള ലിമിറ്റ് ക്രോസ് ആക്കിയിട്ടുള്ള ഇഷ്ട ഇത്തിക്കറ് സ്വത്തുരൊട്ടിക്ക് ഉള്ളി. ആ ഒരു കാരണത്തിൽ ഇട്ടിക്കറ് ഈ എല്ലാ സ്വഭാവവും ബണ്ടേശന്തു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചൊല്ലത് ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അപ്പം ഈ എല്ലാ സ്വഭാവം ഞങ്ങളുടെ ഇക്കു തീരാത്തത് ഇട്ടിക്കറ്. ഇതെല്ലാം ഞങ്ങളിൽ ജീവനത്തിൽ നിന്ന് ഞങ്ങൾ ബുട്ടുനിക്കനായ സ്വഭാവം ഇട്ടിക്കറ്. യത്തീമറങ്ങളെ കാണുമ്പോൾ ആദരിക്കുകയും അതേപോലെ മിസ്കീൻറങ്ങളെ ഫുഡ് ഞങ്ങൾ പ്രോത്സാഹാക്കുകയും അതേപോലെ സമ്പത്തിനെ ഭാരി കൂട്ടിയിട്ട് തിന്നാണ്ട് ബേന്മായത്ര ചെലവാക്കിയിട്ട് അതേപോലെ ബേന്മായത്ര വെച്ചിട്ട് അങ്ങനെ ഒരു നല്ല ഒരു എന്തേ മധ്യമവർത്തിയായിട്ട് നിന്നിട്ട് അതേപോലെ സമ്പത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്ട് സമ്പത്തിനെ ഇഷ്ടപ്പെടാ പ്രോബ്ലം ഇല്ല. മാത്രം അതിൽ എന്താവുത്തീര ആ ഇഷ്ടം അമിതമാവുത്തീര യാറാവുത്തീര ചൊല്ലതേ ടിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ട വിഷയം. അപ്പം ഇതെന്തും മിക്കാണ്ട് നല്ല ഒരു ജിന്ദഗി എടുക്കുകയിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടേ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ಅದರ ബാക്കിയിൽ എന്തിനാ ചൊല്ലറേ പരലോകത്ത് നടക്കുന്ന അവസ്ഥയിട്ടിക്കർ അള്ളാഹു ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തറേ. ഇത്തരല്ല സമ്പത്ത് കൂട്ടിയിട്ട് സമ്പത്ത് റോട്ടികളെ ഇഷ്ടാക്കിയിട്ടെന്തും കാറില്ല. പരലോകത്തെത്തുമ്പോൾ അവസ്ഥ എന്തിരേ ചൊന്തല്ലതായിട്ടിക്കർ അള്ളാഹു നെക്സ്റ്റ് ആയത്തിലുള്ള ഞങ്ങൾക്ക് പഠിപ്പാട്ടിതണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കി വിഷയ ബാക്കി ആയത്ത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. ഉണ്ട് തങ്ങ 15 ആയത്തിനെ പിടിച്ചിട്ട് 20 ആയത്ത് തോലുള്ള തഫ്സീർ എത്തിക്കർ ഞങ്ങൾ മനസ്സിലാക്കിയോ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുർആന്റെ വിഷയത്തിൽ പഠിക്കുകയും അതനുസരിച്ച് അമലാക്കുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.